ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 3 സബ്ജക്റ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജിച്ചേട്ടർ പണി തുടങ്ങി, അടുത്ത പണി തുടങ്ങി. ആടുജീവിതം കഴിഞ്ഞ് അടുത്ത സാത്താൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. എമ്പുരാൻ 2 ജോയിൻ ചെയ്ത് ഷൂട്ടിംഗ് ആൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആളങ്ങനെയാണ് എൻ്റെ പടത്തിൽ അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ വരും. അപ്പോൾ എമ്പുരാൻ 2 എത്ര 4th 5th അത്ര ഷെഡ്യൂളിന് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇനിയുള്ള ഷെഡ്യൂളുകളൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളുകളും കുറേ സംഭവങ്ങൾ, ഗംഭീര സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഒരുപാട് ലൊക്കേഷൻസ്, കാര്യങ്ങൾ, ലാലേട്ടൻ്റെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ടുള്ള അത്രയും പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവമാവും. അപ്പോൾ ആള് പണി തുടങ്ങി, അടുത്ത പണി തുടങ്ങി. ആടുജീവിതം എന്താ 140 CR 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അവിടെ ഇൻഡസ്ട്രിയിൽ. എന്തു സംഭവിക്കാം. അത് സംഭവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ അടുത്ത പടം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജേട്ടാ, നിങ്ങൾ മുത്താണ്, മാസാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം. അതിനിടയ്ക്ക് രാജേട്ടൻ വേറെ കാര്യം ചെയ്തു വെച്ചിട്ടാണ് പോയത് കേട്ടോ. നമ്മുടെ ഹക്കീം ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഹക്കീം ഗൂഗിളിൻ്റെ പുതിയ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആളുടെ പേജിൽ നിന്ന്, ഒഫീഷ്യൽ പേജിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടത്തിൻ്റെ പേര് വരുന്നത് മ്ലാച്ചൻ എന്നാണ് പേര് വരുന്നത്. വിനോദ് രാമൻ നായരാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും പടം സംവിധാനം ചെയ്യുന്നത്. ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു വേറെ ഒരു ഡിവൈൻ ചിന്താഗതിയിലൊക്കെ ഉള്ള ഒരു സംഭവം, ധ്യാനത്തിലിരിക്കുന്ന ഫീല് അല്ലെങ്കിൽ യോഗയ്ക്കിരിക്കുന്ന ഫീലൊക്കെ ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ. ഒന്നും പറയാൻ പറ്റുന്നില്ല കണ്ടിട്ട്. പിന്നെ ആള് നമുക്കറിയാം, ഇപ്പോൾ ആടുജീവിതം കണ്ടപ്പോൾ എത്രയും റിസ്ക് എടുക്കാനും ആ രീതിയിൽ ബോഡി കൊണ്ടുവരാനും ആ ക്യാരക്ടറായിട്ട് മാറാനൊക്കെ ഫസ്റ്റ് മൂവി എല്ലാം തോന്നുന്നു എനിക്ക്. ഫസ്റ്റ് മൂവി കറക്റ്റ് അറിയില്ല, ഈ മൂവിയിൽ തെളിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡയറക്ടർ ആവാന്ന് നല്ലൊരു പാഷൻ, സിനിമയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷനൊക്കെ ആയിട്ട് എന്നുള്ള ആളെ ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെങ്ങനെയും വേണമെങ്കിൽ അത് നോക്കി ചെയ്യും, സെലക്റ്റീവ് ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഹക്കീമിനെ മറക്കാത്ത മലയാളി ആടുജീവിതം കണ്ടാൽ മറക്കാതിരിക്കില്ല. കാരണം ഈ പൃഥ്വിരാജ് രക്ഷപ്പെട്ട സമയത്ത് ഹക്കീം രക്ഷപ്പെടാത്തതിൽ ഒരുപാട് വിഷമമുള്ള മലയാളികൾ എല്ലാവരും, പടം കണ്ട എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ 2ാമത്തെ സബ്ജക്റ്റ്. 3ാം സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന സംഭവം. കുറേ നാളായിട്ട് അതിൻ്റെ ടീച്ചർ വന്നിട്ട് നമുക്കത് കണ്ടിരുന്നു. അതൊരു സമയം കിട്ടിയില്ല, ശ്രദ്ധിക്കാതെ പോയി. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമാണ്. ആ ടീച്ചർ കണ്ടപ്പോൾ എന്നെ മനസ്സിലായി. ഒരു ഫ്ലാറ്റിൽ നടക്കുന്നൊരു സംഭവം. നമുക്ക് പഴയ വിജുമേനോനെ തിരിച്ചു കിട്ടിയ ഫീൽ എനിക്ക് കിട്ടി. പിന്നെ സുരാജിൻ്റെ ആയാലും ആ ടീച്ചർ കണ്ട സമയത്ത് ഗംഭീര പെർഫോമൻസ്. പിന്നെ ലിജി മോള്, ശ്രുതി രാമചന്ദ്രൻ, ജോണി ആന്റണി, സുധി കോപ്പ, നീണ്ട താരനിരയുണ്ട്. പോലീസുകാരായിട്ടുള്ള റോളുകളൊക്കെ കുറേ ആളുകളുണ്ട്. നല്ല ക്രൂ ആണ് കണ്ടപ്പോൾ. കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സബ്ജക്റ്റാണ് കണ്ടപ്പോൾ തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ നടക്കുന്ന സംഭവം. ഉണ്ണിയേട്ടൻ, ബിജിമാൻ്റെ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരായിട്ടും ഭയങ്കര കെയറിങ് ആണ്. ഉണ്ണിയേട്ടൻ വരെ ലിസണറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തികച്ചും ഫ്ലാറ്റുകളിലൊക്കെ ആകുമ്പോൾ ഫാസ്റ്റ് ലൈഫ് ജീവിതത്തിൽ ജോബ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുടെ ഇടയിൽ സൗഹൃദമൊക്കെ ഉണ്ടായിട്ട് വരുന്ന വിഷയങ്ങൾ ഒരു ഹസ്ബൻഡ് ഇഷ്ടപ്പെടുന്നില്ല. ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരുന്നത് സുരാജ് വെഞ്ഞൂറുമൂടാണ്. സുധി ഗോപ്പ ഫ്രണ്ട്സായിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ടുണ്ടാകുന്നൊരു വിഷയം. അവർ കയറി തല്ലിയിട്ട് പോലീസ് കേസാവുന്ന സമയത്ത് ആ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തില്ല, അല്ല ഭാര്യയുടെ നമ്പർ ഉണ്ടോ. ആ സീനൊക്കെ ഉണ്ടല്ലോ. ശരിക്ക് വെള്ളിയമ്മക്ക് ശേഷം ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ബിജുമേനോനെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അത്ര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സുരാനെ കണ്ട സമയത്ത് ഓർമ്മ ഡ്രൈവിംഗ് ലൈസൻസിലെ ആ റോള് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്യാരക്ടർ, ആ ലുക്ക് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അടിപൊളി സംഭവമാണ്. ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. സുധികോപ്പ് ഇവരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം കൂട്ടുകാരന്മാരുടെ റിലേഷനും കാര്യങ്ങളൊക്കെ വെച്ച് പോകുന്നൊരു ക്യാരക്ടർ പോലെ ഇവരെ ചങ്ക് എന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ലിജിമോളിൽ നമുക്കറിയാം അടിപൊളിയാണ് ആള് ഇങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ശ്രുതി രാമചന്ദ്രനായാലും പൃഥ്വിരാജിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പിന്നെ അടിപൊളി ലൊക്കേഷൻസ്, കാര്യങ്ങൾ, ഫ്ലാറ്റ്, അങ്ങനെ ഒന്നും ചെറിയൊരു സംഭവം. അതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു നല്ല എന്റർടൈൻമെന്റ് മൂവി ആവുന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അതെന്തായാലും മോശമാവില്ല. ഈ പടം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു നാരായണനാണ്. അതുപോലെ തന്നെ റൈറ്റർ രാജേഷ് ഗോപിനാഥ് റൈറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പടം റിലീസ് എടുത്തു. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നല്ലൊരു പടമായി തീരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഹക്കീമിക്കും ഗൂഗിളിനും അതുപോലെ തന്നെ നടനം സംഭവം ടീമിനും
പൃഥ്വിരാജേട്ടൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ബൈ. മുകേഷ്.